ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കിഡ്ലം സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമ്മളിത് പഴം വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ പഴം കൊണ്ടിട്ട് അടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 5 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പഴമെല്ലാം നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കായിട്ട് 1/2 കപ്പ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്കായിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. വറുത്തയോ വറുക്കാത്ത അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ 5-6 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് മിസ്സാക്കരുത് കേട്ടോ, നല്ല ടേസ്റ്റാണ് നെയ്യ് ഇടുമ്പോൾ. എന്നിട്ട് നമുക്ക് നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ എല്ലാം മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് എള്ളും കൂടെ നമ്മൾ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു കോൺ രൂപത്തിലാണ് നമ്മളിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ രൂപത്തിലാണ് കേട്ടോ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു കോൺ രൂപത്തിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ എല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പച്ചമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടയെല്ലാം ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇലയെല്ലാം മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കും ഇഷ്ടമാവും. ഇത് കഴിച്ചാലും മതി വരാത്തൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു പുതിയ വീഡിയോ ഇനിയും വരാം. അതെല്ലാവർക്കും അസ്സലാമു അലൈക്കും.